സൂര്യ ഈസ് ബാക്ക് വിത്ത് ഹിസ് ഓറ. എന്തൊരു പടവിടെ, ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാനൊരു ഡൈ ഹാർഡ് സൂര്യ ഫാനാണ്. ആൻഡ് ഇതുപോലൊരു സൂര്യ പടമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. സോ അ ബിഗ് സല്യൂട്ട് ഫോർ ദി ഡയറക്ടർ. കമോൺ. ഞാൻ ശരിക്കും ഒരു പ്രതീക്ഷ, ഒരു കിടിലം പടമായിരുന്നു റെട്രോ. കാർത്തിക് സുബ്രാജിനെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്തൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്കത് അങ്ങനെ വലിയ രീതിക്ക് ക്ലിക്കായില്ല. പടം നൈസാണ്, സ്റ്റോറി ഉണ്ട്, കണ്ടന്റ്, ലൈക്ക് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ഇറ്റ്, ബട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തിയേറ്ററിൽ. അതായത് ഒരു സൂര്യ പടം പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാകും. പക്ഷെ അതെനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ OTT റിലീസ് ആയ ജയ് ഭീം, സൂര്യ റിപ്പോർട്ട്, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തിങ്. ഒരു ഇമോഷണൽ സ്റ്റോറി ബേസ്ഡ് സംഭവമാണ് അത്. കമോൺ, അത് നമുക്ക് OTTയിൽ എൻജോയ് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സൂര്യ പടം അത് നമുക്ക് തിരിച്ചു കിട്ടി. ആൻഡ് അണ്ണൻ ഈസ് ബാക്ക്. സോ ഇന്നലെ തൊട്ടിട്ടേ ഇതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പരിപാടി നടന്നില്ല. പക്ഷേ വെയിറ്റ് ചെയ്തതിന് കിട്ടിയ പാക്കേജ് ബാങ് ബ്രോ, നെക്സ്റ്റ് ലെവൽ. ആൻഡ് ദ മ്യൂസിക്, സായ് അഭ്യങ്കർ, ഹി ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം പറയുകയാണെങ്കിലും മറ്റേ അറ്റ്ലിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഈ ജവാൻ എല്ലാം ചെയ്ത ആളാണ് ചെയ്തിരിക്കുന്നത്. സോ അതിലുള്ള വർക്ക്സും കാര്യങ്ങളും നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. സോ സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിൽ ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇതിലൊരു ഫൈറ്റ് സീക്വൻസസ് എല്ലാം ബാങ് ബ്രോ. ഇത് തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയൊരു പടമാണ് ശരിക്കും പറഞ്ഞാൽ. OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ പൊന്നു മക്കളെ പൊക്കോ, വീക്കെൻഡ് ഈസ് ഇയർ, പോ, എൻജോയ് ചെയ്യും. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ആ റോളക്സ് വൈബൊക്കെ ഇല്ലേ, നമുക്ക് റീസെൻ്റ്ലി ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീനിലാണ് നമ്മുടെ സൂര്യയുടെ ഒരു പവർ കിട്ടിയുള്ളൂ തിയേറ്ററിൽ. പക്ഷേ ഈ പടം തൂക്കുന്നല്ല, തൂക്കി അമ്മാരി ഒരു പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ ഞാൻ ഞെട്ടിയൊരു കാര്യം, എടുത്തു പറയേണ്ട ഒരു കാര്യം, RJ ബാലാജി. പായ്, ആളുടെ ക്യാരക്ടേഴ്സ് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ, ഫണ്ണി ആയിട്ട്. അതായത് ഒരു ലൈറ്റ് ക്യാരക്ടർ വൈസ്ഡാണ് എല്ലാത്തിലും ചെയ്തിട്ടുള്ളത്. ആ ചങ്ങായി ഇതിൽ കൊടുത്തിരിക്കുന്ന എഫേർട്ടും അഭിനയവും, ഇയാൾ ശരിക്കും പറഞ്ഞ ഒരു ഫ്യൂച്ചർ വിജയ് സേതുപതി സീനാണ് ഞാൻ ആ ചങ്ങായിൽ കണ്ടത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ മച്ചാൻ പൊളിച്ചു എന്ന് പറഞ്ഞാൽ മച്ചാൻ പൊളിച്ചു. കാരണം സൂര്യനെ പോലൊരു ആക്ടറിന് എതിരെ ഒരു വില്ലനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്കും അതിൻ്റെതായ എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളും ഉണ്ടാവും. ആൻഡ് ആ ഒരു എക്സ്പെക്ടേഷൻ ഇത്തിരി പോലും തെറ്റാതെ ചങ്ങായി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എഗെയിൻ എ ബിഗ് സല്യൂട്ട് ഫോർ ഹിസ് വർക്ക്. ആളുടെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ശോകമായിട്ടുള്ളതൊക്കെ. പക്ഷേ ബൈ, യു ഡിസേർവ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇത് ശരിക്കും 100% അടിപൊളി സ്മൂത്ത് ആയിട്ട്, ലൈക്ക് ഒരു നെക്സ്റ്റ് ലെവൽ പടം അങ്ങനെയല്ല. അതിൻ്റെതായ ഫ്ലോസും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. കുറേ സീൻസൊക്കെ നമുക്ക് ഓവർ ഡൺ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ ഫിലിം എന്താണോ ടാർഗറ്റ് ചെയ്തത് അത് കറക്റ്റായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് ഫാൻറ്റസി ഫിൽഡ് ഇമോഷണൽ മാസ് പടം. ബട്ട് പേഴ്സണലി ഇങ്ങനെ ഒരു പടം നമ്മളെ എൻ്റർടൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലോസ് ഒന്നും നമ്മൾ കാര്യമാക്കത്തില്ല. സത്യം, ഞാനും അതേപോലെ കാര്യമാക്കിയില്ല. ഞാൻ ജസ്റ്റ് എൻജോയ് ചെയ്തു. ഇന്നലെ ഈ പടം തിയേറ്ററിൽ കണ്ടതാണെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെ സീനായിരിക്കും. കാരണം ആ ഒരു ക്രൗഡും ആ ഒരു ഫണ്ണും ശരിക്കും ഒരു സൂര്യ ഫാൻസിൻ്റെ ഇടയിൽ ഇരുന്ന് കാണേണ്ട ഒരു പടം തന്നെയാണ്. സോ അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ പ്ലീസ് ഷെയർ യുവർ തോട്ട്സ് ഇൻ ദി കമൻറ്റ്സ്. ആൻഡ് വെയിറ്റ് ചെയ്യേണ്ട ബൈ, പ്ലീസ്. Weekend is coming. Go and enjoy the film. That's all I can say. And see you soon with another one. Please subscribe and support. Bye.